ക്രൂശതിൽ ഈ പാപിയാമെന്നെ നേടിയിടുവാൻ തിരുരക്തം ചിന്തി ക്രൂശതിൽ നിറയ്ക്കണേ നിന്നാത്മാവിനാൽ കഴുകണേ നിൻ ശുദ്ധരക്തത്താൽ നിറയ്ക്കണേ നിന്നാത്മാവിനാൽ ജീവിച്ചിടും ഞാൻ ക്രൂശിൻ സാക്ഷിയായി സേവിച്ചിടും ഞാൻ അന്ത്യം വരെ ജീവിച്ചിടും ഞാൻ ക്രൂശിൻ സാക്ഷിയായി സേവിച്ചിടും ഞാൻ അന്ത്യം വരെ എന്നെ സ്നേഹിപ്പാൻ
വാഞ്ചിക്കും നിന്റെ ഉള്ളം താതൻ പൊന്മുഖം കാൺമതിനായി കാന്ത വാഞ്ചിക്കും നിന്റെ ഉള്ളം താതൻ പൊന്മുഖം കാൺമതിനായി യുഗായുഗം സ്വർഗവാസത്തിനായി മുറ്റുമായൊരുക്കും നിന്നെ ഞാൻ യുഗായുഗം സ്വർഗവാസത്തിനായി മുറ്റുമായൊരുക്കും നിന്നെ ഞാൻ എന്നെ ആഴമായി സ്നേഹിച്ചിടാൻ എന്നിലെന്തു കണ്ടു നാഥാ ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ എന്നിലെന്തു കണ്ടു നാഥാ ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തു ക്ഷാമം മാറ്റി ക്ഷേമം നൽകുന്നവൻ. ക്ഷാമം മാറ്റുന്നു, ക്ഷേമം നൽകുന്നു. തീർച്ചയായും നമുക്കെല്ലാവർക്കും വേണ്ടത് ക്ഷേമമാണ്. നമുക്കെല്ലാവർക്കും വേണ്ടത് സമാധാനമാണ്. നമുക്കെല്ലാവർക്കും വേണ്ടത് സന്തോഷമാണ്. ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കണമെന്നെല്ലാം നാം അനേകം പ്രസംഗങ്ങളിൽ പ്രബോധനങ്ങളും പ്രഘോഷണങ്ങളും കേൾക്കാറുണ്ട്. ക്ഷേമരാഷ്ട്രം നല്ലത് തീർച്ചയായും വേണം. പക്ഷേ രാഷ്ട്രം ക്ഷേമരാഷ്ട്രമാകണമെങ്കിൽ കുടുംബങ്ങൾ ക്ഷേമമുള്ളതായി തീരണം. കുടുംബങ്ങൾ ക്ഷേമമുള്ളതായി തീരണമെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ ക്ഷേമമുള്ളതായി തീരണം. ക്ഷേമം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ക്ഷേമം കൈമോശം വന്നിരിക്കുകയാണ്. തിരുവചനത്തിൽ പറയും, ഇന്ന് മാന്യന്മാർ പട്ടിണി കിടക്കുന്നു എന്ന്. യെശയ്യാ പ്രവാചകനാണിത് മുൻകൂട്ടി പറഞ്ഞത്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 കൊല്ലം മുമ്പ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, മാന്യന്മാർ പട്ടിണി കിടക്കുന്നു എന്ന്. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ച് കേൾക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യമാണ് മാന്യന്മാർ പട്ടിണി കിടക്കുന്നു എന്നെഴുതിയിരിക്കുന്നത്. നമുക്ക് വായിക്കാം. അങ്ങനെ എൻ്റെ ജനം അറിവില്ലായ്കയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു. അവരുടെ മാന്യന്മാർ പട്ടിണി കിടക്കുന്നു. അവരുടെ ജനസമൂഹം ദാഹത്താൽ വരണ്ടു പോകുന്നു. മാന്യന്മാർ പട്ടിണി കിടക്കുന്നു, ജനസമൂഹം ദാഹത്താൽ വരണ്ടു പോകുന്നു. ആഹാരത്തിന് പട്ടിണി, വെള്ളത്തിനും പട്ടിണി, ജലദൗർലഭ്യം, ഒപ്പം ആഹാരമില്ലാത്തതിലുള്ളതായ പട്ടിണിയുടെ പ്രയാസവും. അവരുടെ മാന്യന്മാർ പട്ടിണി കിടക്കുന്നു, അവരുടെ ജനസമൂഹം ദാഹത്താൽ വരണ്ടു പോകുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞതാണ് ഈ വാക്യം. പ്രവാചകൻ്റെ നാവിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നതായ ഈ വാക്യത്തിൻ്റെ പൊരുൾ തേടി നാം ദൂരെയെങ്ങും പോകേണ്ട, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. ഇന്ന് ആഹാരത്തിന് പട്ടിണിയുള്ള ആളുകളുണ്ട്. ഒരുപക്ഷേ നമ്മുടെ ഈ ഇടനാടുകളിൽ, ഈ ഗ്രാമപ്രദേശങ്ങളിൽ അത്ര പേരുത്ത് ആഹാരത്തിന് പട്ടിണിയുള്ള ആളുകൾ കണ്ടുവന്ന് വരികയില്ല. എന്നാൽ വിവിധ ദേശങ്ങളിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ ആഹാരത്തിന് പട്ടിണിയുള്ള എത്രയോ ജനമാണ് വലഞ്ഞ് ഉലഞ്ഞ് ദുഃഖിച്ച് പ്രയാസപ്പെട്ട് കഴിയുന്നത്. ആഹാരത്തിന് പട്ടിണിയുണ്ട്. എന്നാൽ ഇനി വരാൻ പോകുന്ന കാലത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ പട്ടിണി വെള്ളത്തിനായിരിക്കുമെന്നാണ് പല സാമൂഹിക നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത്. ജലദൗർലഭ്യം. വെള്ളം സുലഭമായി കെട്ടിക്കൊണ്ടിരുന്നൊരു കാലമുണ്ട്. മണ്ണിൽ കുഴിച്ച് ചെല്ലുമ്പോൾ കിണറിൽ വെള്ളം ധാരാളം അങ്ങനെയെല്ലാം കിട്ടിയിരുന്ന കാലങ്ങളുണ്ട്. എന്നാൽ മണ്ണിലെ ജലത്തിൻ്റെ അംശം കുറഞ്ഞു വരുന്നുവെന്നും ജലദൗർലഭ്യം വരാൻ പോകുന്നുവെന്നും ജലത്തിന് വലിയ പട്ടിണി വരാൻ പോകുന്നുവെന്നുമെല്ലാം സാമൂഹിക ചിന്തകന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭക്ഷണത്തിനും ജലത്തിനുമുള്ള പട്ടിണിയേക്കാൾ വലിയ പട്ടിണി
ഇന്ന് അനേകരുടെ ജീവിതത്തിൽ, അനേകരുടെ കുടുംബങ്ങളിൽ പണത്തിനുള്ള പട്ടിണിയാണ്. അതുകൊണ്ടാണ് കടക്കെണികൾ ഉണ്ടാകുന്നത്. കടം, വലിയ കടത്തിൽപ്പെട്ട് നട്ടം തിരിയുന്നവരുണ്ട്. വീട്ടുവാൻ വകയില്ലാത്തത് കൊണ്ട് ആത്മഹത്യയിൽ അഭയം തേടുന്നവരുണ്ട്. കുടുംബസമാധാനം ഉലഞ്ഞു പോയിട്ട് കടത്തിൻ്റെ പെരുമയിൽ, പ്രയാസത്തിൽ വലഞ്ഞ് എങ്ങനെ മുന്നോട്ട് പോകേണ്ടെന്നറിയാതെ ഉറക്കമില്ലാത്ത രാവുകൾ കഴിയുന്ന ആളുകൾ ധാരാളമുണ്ട്. എത്രയോ ആളുകളാണ് പണത്തിൽ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. വരുമാനമില്ല, ഒരു ജോലിയില്ല, അഥവാ ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് ചേർന്നതായി വരുമാനമില്ല. പഠിക്കാൻ കഴിഞ്ഞു, പഠിച്ചു, ജയിച്ചു, ഒരു ജോലി കിട്ടി, പക്ഷേ ആ ജോലിയിൽ ഒരു സ്ഥിരത ലഭിക്കുന്നില്ല. ഏതെല്ലാം തരത്തിലുള്ളതായ യാതനകളിലൂടെ, വേദനകളിലൂടെയാണ് ഓരോ മനുഷ്യനും കഴിഞ്ഞു പോകുന്നത്. ഇന്നെൻ്റെ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കൾ ചിലരെങ്കിലും കടത്തിൻ്റെ കിണിയിൽപ്പെട്ട് ഉള്ളുലഞ്ഞ് വാടിക്കഴിയുന്നവരുണ്ട്. ടി വിയിലെ നമ്മുടെ പ്രസംഗം കേൾക്കുന്ന എത്രയോ പേര് പലപ്പോഴും വിളിച്ചു പറയാറുണ്ട് പ്രാർത്ഥിക്കണമെന്ന്. പ്രധാന വിഷയം ഒന്ന് രോഗം, മറ്റൊന്ന് കടം, മൂന്നാമത്തേത് കുടുംബ സമാധാനമില്ലായ്ക, കുടുംബത്തിൽ ഐക്യമില്ലായ്ക. ഇതെല്ലാം പട്ടിണിയുടെ പേരിൽ വരുന്നതായ പ്രയാസങ്ങളാണ്. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പട്ടിണിയുണ്ട്, പണത്തിന് പട്ടിണിയുണ്ട്, ആഹാരത്തിന് പട്ടിണിയുണ്ട്, ജലത്തിന് പട്ടിണിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പലർക്കും അതൊന്നും അത്ര പട്ടിണിയായിട്ട് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വലയുന്നൊരു കാര്യം പറഞ്ഞു തരാം. നിങ്ങൾക്ക് സ്നേഹത്തിന് പട്ടിണിയുണ്ട്. സ്നേഹമില്ല. സ്നേഹം പ്രതീക്ഷിക്കുന്നിടത്ത് സ്നേഹം കിട്ടുന്നില്ല. സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സ്നേഹം കിട്ടുന്നില്ല. മാതാപിതാക്കളുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന മക്കളുണ്ട്. സഹോദരന്മാരുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന സഹോദരന്മാരുണ്ട്. ഭാര്യയുടെ സ്നേഹത്തിന് വേണ്ടി കേഴുന്ന ഭർത്താക്കന്മാരുണ്ട്. ഭർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി അതിദാഹത്തോടെ വലയുന്ന ഭാര്യമാരുണ്ട്. ജോലിസ്ഥലത്ത് മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി ആർത്തി പൂണ്ട് പരതിക്കൊണ്ടിരിക്കുന്നതായി അനേകം ആളുകളുണ്ട്. സഹോദരങ്ങളെ, സ്നേഹത്തിൻ്റെ പട്ടിണി, സ്നേഹമില്ല. അതുകൊണ്ടാണ് കുടുംബ വഴക്കുകൾ, അതുകൊണ്ടാണ് കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നത, അതുകൊണ്ടാണ് സഹോദരങ്ങൾ തമ്മിലുള്ളതായ ഭിന്നത. ഇന്ന് സ്നേഹത്തിന് പട്ടിണി. സഹോദരങ്ങളെ, സ്നേഹത്തിന് പട്ടിണി ഉള്ളതുകൊണ്ട് സന്തോഷമില്ലാതെ പോകുന്നു. പ്രസംഗങ്ങൾക്ക് വഞ്ഞമില്ല. സുവിശേഷ യോഗങ്ങൾ ധാരാളമുണ്ട്, സഭകൾ ധാരാളമുണ്ട്, ആത്മീയ പ്രവർത്തനങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ ഇന്ന് സ്നേഹത്തിന് പട്ടിണിയാണ്. അതിന് കാരണം എന്താണ്? അതിന് കാരണം യോവേൽ പ്രവാചകൻ പറയും, യോവേൽ 1:16 മുതൽ 20 വരെ. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് ആഹാരവും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് സന്തോഷവും ഉല്ലാസഘോഷവും അറ്റുപോയല്ലോ. വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു. ധാന്യം കരിഞ്ഞു പോയിരിക്കയാൽ പാണ്ടികശാലകൾ ശൂന്യമായി, കളപ്പുരകൾ ഇടിഞ്ഞു പോകുന്നു. മൃഗങ്ങൾ എത്ര ഞരങ്ങുന്നു. കന്നുകാലികൾ മേച്ചലില്ലായകൊണ്ട് ബുദ്ധിമുട്ടുന്നു. ആടുകൾ ദണ്ഡനമനുഭവിക്കുന്നു. യഹോവേ, നിന്നോട് ഞാൻ നിലവിളിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീയ്ക്കും പറമ്പിലെ വൃക്ഷങ്ങൾ എല്ലാം ജ്വാലയ്ക്കും ഇരയായി തീർന്നുവല്ലോ. നീർത്തോടുകൾ വറ്റിപ്പോകുകയും മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീയ്ക്ക് ഇരയായിത്തീരുകയും ചെയ്തതുകൊണ്ട് വയലിലെ മൃഗങ്ങളും നിന്നെ നോക്കി കിഴയ്ക്കുന്നു. നമ്മുടെ കണ്ണിൻ മുമ്പിൽ നിന്ന് ആഹാരവും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് സന്തോഷവും ഉല്ലാസഘോഷവും അറ്റുപോയല്ലോ. ദൈവത്തിൻ്റെ ആലയത്തിൽ സന്തോഷമില്ല, ഉല്ലാസഘോഷമില്ല. ദൈവത്തിൻ്റെ ആലയത്തിൽ സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ചാണ് ആലയത്തിലേക്ക് വരുന്നത്. ദൈവാലയത്തിൽ സന്തോഷമില്ല, ഉല്ലാസഘോഷവുമില്ല. ആനന്ദത്തിൻ്റെ അനുഭവങ്ങളില്ല, സമാധാനത്തിൻ്റെ യാതൊരു ലാഞ്ചനയുമില്ല. ദേവാലയങ്ങളുണ്ട്, സഭകളിലെല്ലാം ദേവാലയങ്ങളുണ്ട്, ദേവാലയങ്ങളിൽ ആരാധനകളുണ്ട്, ധാരാളം പ്രസംഗങ്ങളുണ്ട്, കൺവെൻഷനുകളുണ്ട്. പക്ഷേ ഉല്ലാസഘോഷമറ്റുപോയിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ്, യേശുക്രിസ്തു ജനിക്കുന്നതിന് 800 വർഷം മുൻപ് യോവേൽ പ്രവാചകൻ എഴുതിയതാണ്. പറയുകയാണ്, നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് ആഹാരവും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് സന്തോഷവും ഉല്ലാസഘോഷവും അറ്റുപോയല്ലോ. എന്താണ് കാരണം? വിത്ത് വിതയ്ക്കാത്തതല്ല കാരണം. വിത്ത് വിതയ്ക്കുന്നുണ്ട്,
പക്ഷേ വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് ഞരങ്ങിപ്പോകുന്നു, ഞെരിഞ്ഞു പോകുന്നു. കട്ടകൾ നനയുന്നില്ല, കട്ടകൾ ഉടയുന്നില്ല, കട്ടകൾ പൊടിയുന്നില്ല. മനുഷ്യഹൃദയങ്ങൾ കല്ലിച്ചിരിക്കുകയാണ്, മനുഷ്യഹൃദയങ്ങൾ കട്ട പിടിച്ചിരിക്കുകയാണ്. മനുഷ്യഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വിത്ത് വന്ന് വീഴുവാൻ, വചനമാകുന്ന വിത്ത് വന്ന് വീഴുവാൻ സാധിക്കാത്ത വിധത്തിൽ, അഥവാ വീണാലും കിളിർക്കാൻ പറ്റാത്ത വിധത്തിൽ കട്ടകളുടെ കീഴിൽ കിടന്ന് വിത്ത് ഞെരുങ്ങിപ്പോകുന്നു, ഞെരുങ്ങിപ്പോകുന്നു. വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് നശിച്ചു പോകുന്നു, കെട്ടുപോകുന്നു. കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു. ധാന്യം കരിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് പാണ്ഡികശാലകൾ ശൂന്യമായിരിക്കുന്നു. ഒരു കാലത്ത് നിറഞ്ഞു നിന്ന പാണ്ഡികശാലകളായിരുന്നു. സഹോദരങ്ങളെ, ഞാൻ അല്പം ആത്മീയമായ അർത്ഥത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാലത്ത് നിറവുണ്ടായിരുന്നില്ലേ? ഒരു കാലത്ത് ആത്മീയമായ സമൃദ്ധി ഉണ്ടായിരുന്നില്ലേ? ഒരു കാലത്ത് പ്രാർത്ഥനയിൽ തീ ഇറങ്ങിയിരുന്നില്ലേ? ഒരു കാലത്ത് വിശ്വാസവും ഈ ദൈവത്തിലുള്ളതായ ആശ്രയവും ഉറച്ചു നിന്നിരുന്നില്ലേ? ഒരു കാലത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു എന്നുള്ള സന്തോഷത്തിൻ്റെ ആ അനുഭവത്തിൽ നിങ്ങൾക്ക് കുതിച്ചുചാടാൻ തോന്നിയിട്ടില്ലേ? എന്നാൽ ഇന്ന് സന്തോഷം അറ്റുപോയിരിക്കുന്നു. ഇന്ന് വിത്ത് കെട്ടുപോയിരിക്കുകയാണ്. ഇന്ന് വിത്ത് വിതയ്ക്കുന്നുണ്ട്. വിത്ത് നല്ല വിത്ത് തന്നെ. പക്ഷേ വിതയ്ക്കുന്ന വിത്ത് ഈ കട്ടകളുടെ കീഴിൽ കിടന്ന് തകർന്നു പോകുന്നു, കെട്ടുപോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. സഹോദരീ സഹോദരങ്ങളെ, അല്പം ഒന്ന് ഗൗരവമായി ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും സമൃദ്ധി ലഭിച്ചിട്ടില്ലായിരിക്കാം, ഇതുവരെയും പ്രാർത്ഥനയിൽ ശക്തി കിട്ടിയിട്ടില്ലായിരിക്കാം, ഇതുവരെ ആത്മീയമായ ഒരു സമൃദ്ധി കിട്ടിയിട്ടില്ലായിരിക്കാം. എന്നാൽ ചിലരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നവർ ഒരു കാലത്തുണ്ടായിരുന്ന കൃപയുടെ നിറവ് നഷ്ടപ്പെട്ട് ആത്മാവിന് തീ കെട്ടുപോയി, ആത്മാവിന് ശക്തി തണുത്തുപോയി, ഇന്ന് നിർജീവരായി കഴിയുകയല്ലേ? ഇംഗ്ലീഷിലൊരു വാക്കുണ്ട് ലൈവ് എന്ന്. ലൈവ് എന്ന വാക്ക് സജീവമെന്നാണ് ഇതിൻ്റെ അർത്ഥം, ജീവനുള്ളതെന്നാണ് ഇതിൻ്റെ അർത്ഥം. LIVE ലൈവ്. ആ വാക്ക് മറിച്ചിട്ടാൽ ഈവിൾ എന്നാകും. EVIL ഈവിൾ. ഈവിൾ തിന്മയാണ്. ഈവിൾ പൈശാചികനെ കുറിക്കുന്നു. ഈവിൾ വന്നാൽ ലൈവ് അല്ലാതായിത്തീരും. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പിശാച് അവകാശം പറയുകയാണ്. അനേകരുടെ ജീവിതത്തിൽ സാത്താൻ അവകാശം പറയുകയാണ്. അനേകരുടെ ജീവിതത്തിൽ പാപം വന്നിരിക്കുകയാണ്. ഹൃദയം കല്ലിച്ചു പോയിരിക്കുകയാണ്. ഹൃദയം വരണ്ടു പോയിരിക്കുകയാണ്. വചനം കേൾക്കുമ്പോൾ തകരുന്നില്ല. വചനം കേൾക്കുമ്പോൾ കട്ടയുടെ കീഴിലാണ് വചനം വന്ന് വീഴുന്നത്. വചനം കിളിർക്കുന്നില്ല, വചനം മുളയ്ക്കുന്നില്ല, വചനം ഫലം കായ്ക്കുന്നില്ല. വിത്തുകൾ കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു. പാണ്ഡികശാലകൾ ശൂന്യമായിരിക്കുന്നു. ധാരാളം നെല്ലിങ്ങനെ ധാന്യത്തിൻ്റെ സമൃദ്ധി കൊണ്ട് നിറഞ്ഞു നിന്നിരുന്നതായ പാണ്ഡികശാലകൾ, അതെല്ലാം കളപ്പുരകളെല്ലാം ഇന്ന് ശൂന്യമായി കിടക്കുന്നു. അനേകം കൂട്ടായ്മകൾ ശൂന്യമായി കിടക്കുന്നു. സ്നേഹിത, നീ ചിന്തിക്കൂ, നിൻ്റെ ഹൃദയം ഇന്നെങ്ങനെ ഇരിക്കുന്നു? മറ്റാരുടെയും കാര്യം നോക്കണ്ട. നിൻ്റെ ഹൃദയം ഇന്നെങ്ങനെ ഇരിക്കുന്നു? ഇന്ന് നിൻ്റെ ഹൃദയത്തിൽ തീ കത്തുന്നുണ്ടോ? ഹൃദയത്തിൽ തീ ജ്വലിക്കുന്നുണ്ടോ? ആത്മാവിന് തീ ഇറങ്ങി വരുന്നുണ്ടോ? ഏലിയാവ് പ്രാർത്ഥിച്ചു, കർമ്മേലിൽ തീ ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം. മോശ ദൈവത്തിൻ്റെ വചനം ഒന്നും ചിന്തിക്കാതെ തന്നെയാണ് മുന്നോട്ട് വന്നു തുടങ്ങിയത്. എന്നാൽ മോശയുടെ ജീവിതത്തിൽ 80-ാമത്തെ വയസ്സിലേക്ക് വന്നപ്പോൾ മോശ തീ കണ്ടു, തീയുടെ ജ്വാല കണ്ടു, തീയുടെ ജ്വാലയിൽ നിന്നുള്ള ശബ്ദം കേട്ടു. മോശയ്ക്ക് തീ ലഭിച്ചു. മോശ തീയാൽ ജ്വലിച്ചു. മോശ തീയുടെ സാക്ഷിയായി തീർന്നു, തീയുടെ പ്രവാചകനായി തീർന്നു. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങളിന്ന് ചിന്തിക്കൂ, എന്നിൽ നിന്ന് തീ കത്തുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ ആത്മാവിന് തീ ജ്വലിക്കുന്നുണ്ടോ? ആത്മാവിന് സ്തുതി ഇന്ന് ഉയരുന്നുണ്ടോ? ആത്മാവിൻ്റെ വിശുദ്ധി എന്നിൽ തിങ്ങി നിൽക്കുന്നുണ്ടോ? എന്നിൽ ഈവിൾ കടന്നുകൂടിയിട്ടുണ്ടോ? പാപം എന്നിൽ പ്രവേശിച്ചിട്ടുണ്ടോ? പാപത്തിന് ഞാൻ ഇടം കൊടുത്തിട്ടുണ്ടോ? സ്നേഹക്കുറവുകളുണ്ടോ എനിക്ക്? ആരോടെങ്കിലും വൈരാഗ്യമുണ്ടോ എനിക്ക്? ആരെക്കുറിച്ചെങ്കിലും എനിക്ക് മുൻവിധിയുണ്ടോ? പരദൂഷണം എന്ന് പറയുന്ന വാവിഷ്ഠാണം എൻ്റെ ജീവിതത്തിൽ നിന്ന് വരുന്നുണ്ടോ? ഞാൻ ആരെയെങ്കിലും ദുഷിക്കുന്നുണ്ടോ? ആരെയെങ്കിലും പകയ്ക്കുന്നുണ്ടോ? ആരോടെങ്കിലും വൈരുദ്ധ്യം പുലർത്തുന്നുണ്ടോ? സഹോദരങ്ങളെ, നിങ്ങൾക്ക് ചിന്തിക്കാം. നിങ്ങൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകും, വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നതിൻ്റെ കാരണം പാപം ഇരച്ചു കയറി. പാപത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ അനേകരിന്ന് ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നശിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരീ സഹോദരങ്ങളെ,
ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കർത്താവേ, എൻ്റെ പാണ്ഡികശാലകൾ ശൂന്യമായി പോയല്ലോ എന്നുള്ള നിലവിളി വന്നിരുന്നെങ്കിൽ പട്ടിണി മാറും, നിങ്ങളുടെ ക്ഷാമം മാറും, നിങ്ങൾക്ക് ക്ഷേമം വരും. അനുതാപമാണ് ഇതിനാവശ്യം. തെറ്റുപറ്റിപ്പോയല്ലോ കർത്താവേ, ഈ വെള്ളി ഞാൻ ഇടം കൊടുത്തു പോയല്ലോ കർത്താവേ എന്ന് നിങ്ങൾക്ക് കരയാനുള്ള അനുതാപം കിട്ടിയിരുന്നെങ്കിൽ, അനുതാപമുള്ളൊരു മനസ്സ് കിട്ടിയിരുന്നെങ്കിൽ, പാവബോധത്തോടെ കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ കർത്താവേ, പണ്ട് ഞാൻ സാക്ഷ്യം പറയുമ്പോൾ തീ ഇറങ്ങിയിരുന്നു, പക്ഷേ ഇന്ന് തീ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നല്ലോ, തീ കെട്ടുപോയിരിക്കുന്നല്ലോ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. 1973 മെയ് മാസം 10-ാം തീയതി വ്യാഴാഴ്ച രാത്രി വലമ്പൂർ പള്ളിയിൽ, എൻ്റെ ഇടവക പള്ളിയിൽ പ്രസംഗിച്ചതിന് ശേഷം ഞാൻ തിരികെ വന്ന് എൻ്റെ ഭാര്യ ഉറങ്ങി, എൻ്റെ അമ്മ ഉറങ്ങി, എൻ്റെ മക്കൾ ഉറങ്ങി. അതിനുശേഷം ഞാൻ തനിയെ എഴുന്നേറ്റിരുന്നു. ഞാൻ ആ സകലം പരിശോധിക്കാൻ തുടങ്ങി. എന്നിൽ എന്തെല്ലാമാണ് തിന്മകൾ വന്നത് എന്ന്, എൻ്റെ ജീവിതത്തിൽ എവിടെയെല്ലാമാണ് അപകടം പറ്റിയതെന്ന്. കർത്താവേ, എനിക്ക് ക്ഷാമമായി പോയി എന്ന് ഏറ്റുപറഞ്ഞു. ആത്മീയമായ ക്ഷാമം എനിക്ക് വന്നു എന്ന് ഞാൻ ഏറ്റുപറഞ്ഞു. ആത്മീയമായി ഞാൻ തകർന്നു എന്ന് ഞാൻ ഏറ്റുപറഞ്ഞു. ആത്മീയമായി ഞാൻ നഷ്ടപ്പെട്ടവനായി എന്ന് ഞാൻ ഏറ്റുപറഞ്ഞു. ആത്മീയമായി എന്നിൽ ഒന്നുമില്ല എന്ന് ഞാൻ ഏറ്റുപറഞ്ഞു. ഞാൻ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ സുവിശേഷ വേല ചെയ്യുന്നുണ്ട്, ബൈബിൾ ക്ലാസ് എടുക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ആത്മാവ് കെട്ടുപോയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാമാണ് തിരുത്താനുള്ളതെന്ന് ഞാൻ നോക്കി. ചിലരോടുള്ള വൈരാഗ്യം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു, ചിലരോടുള്ള ഇഷ്ടക്കുറവ് എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു, ചിലരോട് എനിക്ക് പരിഭവം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറ്റിയതായ ഒരു അപകടം, ചിലരോട് എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഈർഷ്യ ഞാൻ പുറമേ കാണിച്ചില്ല, അകമേ ഒളിച്ചു വെച്ചുകൊണ്ട് ഞാൻ പുറമേ ഭംഗിയായിട്ട് അഭിനയിച്ചു. അതെല്ലാം തെറ്റിപ്പോയി എന്ന് ഏറ്റുപറഞ്ഞു. എൻ്റെ കയ്യിൽ എൻ്റേതല്ലാത്ത ചില പുസ്തകങ്ങളുണ്ടായിരുന്നു, അതെല്ലാം തിരികെ കൊണ്ടുപോയി കൊടുത്ത് മാപ്പ് ചോദിക്കുമെന്ന് തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. എൻ്റേതല്ലാത്തത് ഒന്നും എൻ്റെ കയ്യിൽ വേണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ വലിയൊരു തീരുമാനം അന്ന് രാത്രി എടുത്തു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, 1973 മെയ് മാസം 10-ാം തീയതി വ്യാഴാഴ്ച രാത്രിയാണ് ഈ അനുതാപവും വലിയ ഹൃദയ തകർച്ചയും കർത്താവ് എനിക്ക് തന്നത്. പരിശുദ്ധാത്മാവ് തന്നതാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ പിറ്റേ ദിവസം 1973 മെയ് മാസം 11-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് തീ എൻ്റെ തലമേൽ വന്നിറങ്ങി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പൊട്ടിത്തകർന്നു. സഹോദരങ്ങളെ, എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. എനിക്ക് പാവബോധം കർത്താവ് തന്നു. എൻ്റെ ജീവിതത്തെ ദൈവം അത്ഭുതം ചെയ്തു. ദൈവം എന്നെ സ്നേഹിച്ച് ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ കട്ട പിടിച്ചിരുന്നതായ ഹൃദയത്തെ ദൈവം തകർത്തു തന്നു. ദൈവം എനിക്ക് ആർദ്രത തന്നു. കണ്ണീർ ചാലുകൾ ഒഴുകി. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരീ സഹോദരങ്ങൾ, ഇന്ന് കർത്താവേ, എൻ്റെ കട്ടയായ ഹൃദയം, എൻ്റെ കല്ലിച്ച ഹൃദയത്തെ നീ തകർത്തു തരണമേ. പാപബോധം തരണമേ, എനിക്ക് കുറ്റബോധം തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഇപ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയുമോ? കർത്താവേ, എൻ്റെ ഹൃദയം തകർത്തു തരണമേ, എനിക്കൊരു പാപബോധം തരണമേ. നാഥാ, പാപമില്ലാത്ത ഒരു പുതിയ ജീവിതത്തിന് എനിക്ക് വാഞ്ച തരണമേ. ഈ വിളായിട്ടുള്ളതെല്ലാം, പൈശാചിന് അവകാശം പറയുന്നതെല്ലാം എന്നിൽ നിന്ന് മാറ്റിമറിച്ച് എൻ്റെ ഹൃദയത്തെ സംശുദ്ധമാകണമേ എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ പ്രിയപ്പെട്ടവരെ? എന്നാൽ സ്വർഗത്തിന് തീ ഇപ്പോൾ നിങ്ങളുടെ തലമേൽ ഇറങ്ങും. സ്വർഗീയ അഗ്നി നിങ്ങളുടെ മേലെ ഇറങ്ങിയിട്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും, നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതം ശോഭനമായി തീരും. നിങ്ങളുടെ പട്ടിണി മാറുക മാത്രമല്ല, അനേകരുടെ പട്ടിണി മാറ്റുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ദൈവം നിങ്ങളുടെ തലമേൽ തൻ്റെ സ്വർഗത്തിൻ്റെ അഗ്നി ഇറക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തലമേൽ പൊരുന്നി ആവസിക്കും. പറന്നുകൊണ്ടിരിക്കുന്ന വെള്ളപ്രാക്കൾ ഇപ്പോൾ നിങ്ങളുടെ തലമേൽ വന്ന് ഇറങ്ങും. ദൈവത്തിന് സ്തോത്രം. വെള്ളപ്രാക്കൾ ഇപ്പോൾ നിങ്ങളുടെ തലമേൽ വന്ന് ഇറങ്ങുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുവീൻ, കർത്താവേ, എൻ്റെ തീ കെട്ടുപോയല്ലോ, എൻ്റെ ഹൃദയം കല്ലിച്ചു പോയല്ലോ, പാപബോധം ഇല്ലാതെ പോയല്ലോ, കുറ്റബോധം ഇല്ലാതെ പോയല്ലോ. എന്നെ നീ ഒന്ന് തകർക്കണമേ, എന്നെ നീ ഒന്ന് ഉടയ്ക്കണമേ, എന്നെ നീ ഒന്ന് പൊടിക്കണമേ. എനിക്കൊരു ആർദ്രത തരണമേ, എനിക്കൊരു അലിവ് തരണമേ. കുറ്റബോധം കൊണ്ട് എൻ്റെ ഹൃദയം വിള്ളലുണ്ടാക്കണമേ. നാഥാ, നിൻ്റെ പരിശുദ്ധ രക്തത്താൽ എൻ്റെ പാപക്കറകൾ കഴുകിത്തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. അനുഗ്രഹ സമൃദ്ധി നിങ്ങളുടെ മേൽ പകരും. സ്വർഗീയ അഗ്നി നിങ്ങളുടെ മേൽ ഇറങ്ങും. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. നിങ്ങൾ ദൈവത്തിന് മഹത്വം കരയേറ്റാൻ തുടങ്ങും. ദൈവിക ശാന്തി നിങ്ങളുടെ മേലിറങ്ങും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹീതമായി തീരും. നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. സ്വർഗീയ നന്മകൾ നിങ്ങളുടെ മേൽ വരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ പട്ടിണി മാറും. ഒന്നേ ഒന്ന് മാത്രം, യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. ക്രിസ്തു വരുമ്പോൾ എല്ലാം സമാധാനം. ക്രിസ്തു വരുമ്പോൾ എല്ലാം ശാന്തി. ക്രിസ്തു തൻ്റെ രക്തത്താൽ നിങ്ങളെ കഴുകും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ രക്തം നിങ്ങളെ കഴുകും. ആ തിരക്തം നിങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിക്കും. എല്ലാം ക്ഷമിക്കും പ്രിയരെ, എല്ലാം പൊറുക്കും പ്രിയരെ. ഏതെല്ലാം തെറ്റുകൾ വന്നെങ്കിലും, എന്തെല്ലാം അബദ്ധങ്ങൾ പറ്റിപ്പോയെങ്കിലും, എന്തെല്ലാം അവിവേകങ്ങൾ വന്നു പോയെങ്കിലും
പാപമെങ്കിലും എല്ലാം ക്ഷമിക്കും. ഓ സ്നേഹം, സ്നേഹം, നിസ്തുല സ്നേഹം, സ്വർഗീയ സ്നേഹം, പരിശുദ്ധ സ്നേഹം, ഗോകുൽത്തായിലെ സ്നേഹം, കാൽവറി സ്നേഹം, രാജാധിരാജൻ്റെ സ്നേഹം, സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം, നിത്യോജ്വല സ്നേഹം. ആ സ്നേഹം നിങ്ങളെ തഴുകട്ടെ, നിങ്ങളെ തലോടട്ടെ, നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കട്ടെ, നിങ്ങളുടെ രോഗങ്ങൾ മാറ്റട്ടെ, നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കട്ടെ, നിങ്ങളുടെ ബാധകൾ മാറ്റട്ടെ, നന്മകളാൽ നിങ്ങൾ നിറയ്ക്കട്ടെ, സ്വർഗീയ അഗ്നി നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ, സ്വർഗം പ്രസാദിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം.